എല്ലാവർക്കും ലേൺ വിത്ത് ലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഒരു പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ അത് വായിച്ചു തീരാതെ നിർത്താൻ പറ്റാത്ത അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. AK ഹരിദാസ് എന്ന എഴുത്തുകാരന്റെ ഒരു ആത്മകഥ. ചാരം എന്നാണ് അതിന്റെ പേര്. ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ പലയിടങ്ങളിലും നമ്മുടെ കണ്ണുകളെ ഈർന്നണിയിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാലം, പ്രണയബന്ധങ്ങൾ, ഓരോ അനുഭവങ്ങൾ, ഇതെല്ലാം ലളിതമായ ഭാഷയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുകയാണ്. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. കേമത്തരങ്ങളുടെ വ്യംഗ്യമായ സൂചനകളൊന്നുമില്ലാതെ, ഒരു ജാടയും ഇല്ലാത്തൊരു ആത്മകഥ. അതിനാൽ സ്വയം പുഷ്പാർച്ചന നടത്തുന്ന ആത്മകഥകൾക്ക് ഒരു മറുപടി കൂടിയാണ് ഈ എഴുത്ത്. ചാർക്കോൾ ചിത്രങ്ങൾ ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ്. അദ്ദേഹം നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാടും അദ്ദേഹത്തിന്റെ നാട്ടുവഴികളും ഒക്കെ അതിമനോഹരമായി ഈ പുസ്തകത്തിലൂടെ നമ്മളെ വരച്ചു കാട്ടുകയും ചെയ്യുന്നുണ്ട്. പലതും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, എങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവത്തെ എല്ലാം പച്ചയായ സത്യത്തിലൂടെ നമ്മളെ വരച്ചു കാട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, വിവാഹശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രണയബന്ധം മറ്റുള്ളവർ എങ്ങനെ കാണും അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തും എന്ന് ചിന്തിക്കുന്നതിലുപരി അതിന്റെ മനോഹാരിതയെ അദ്ദേഹം വരച്ചു കാട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മ, അച്ഛൻ, വല്യച്ഛൻ, വല്യമ്മ, കൂടപ്പിറപ്പുകൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, മകൾ, ഇവരോടെല്ലാരോടുമുള്ള സ്നേഹം അദ്ദേഹം വരച്ചു കാട്ടാനും മടിച്ചിട്ടില്ല. ഈ പുസ്തകത്തിന്റെ വായനയ്ക്ക് ശേഷം നമ്മൾ പലതും ചിന്തിച്ചിരുന്നു പോകും. ഇതിലെ കുറച്ച് റിയാലിറ്റി ആയിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാൻ നമ്മൾ കുറച്ച് സമയമെടുക്കും. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വേറൊരു ലോകത്തോട്ട് പോവാണ്. അദ്ദേഹത്തിന്റെ നാട്, ഇഞ്ചപ്പുഴമല, അവിടുത്തെ താഴ്വരകൾ, നടപ്പാതകള്, ചായക്കട, അതുപോലെ തന്നെ ബ്ലാന്തേവർ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെ പറ്റി അദ്ദേഹം ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇതുവഴിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. വായന നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഈ പുസ്തകം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇത്രയും അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടോ, ഇത്രയും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ദയനീയമായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ ഓരോ അനുഭവങ്ങളും. ഈ ബാല്യത്തിലൂടെ ഈ സങ്കടങ്ങളെല്ലാം അനുഭവിച്ച ശേഷം അദ്ദേഹം നല്ലൊരു പൊസിഷനിൽ എത്താനായി. അദ്ദേഹത്തിന്റെ കഴിവ്, വരയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ഇൻസ്പിറേഷനാണ്. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാൾ എങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും? ഈ അനുഭവങ്ങളൊന്നും നമ്മളെ തളർത്താതെ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റി. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ കഴിവ് എടുത്ത് കാണിക്കാനോ അല്ലെങ്കിൽ കഴിവ് മറ്റുള്ളവർ പ്രദർശിപ്പിക്കാനോ ഒരു മീഡിയമായിട്ട് എടുത്തിട്ടില്ലെന്നുള്ളതാണ്. പ്രശസ്തനായ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ മനോജ് വെങ്ങോല ഈ പുസ്തകത്തിന്റെ വായനയ്ക്ക് ശേഷം പറയുകയുണ്ടായി, ദിസ് ബുക്ക് മൂവ്ഡ് മീ എ ലോട്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ പറയുകയായിരുന്നു, ഈ ബുക്ക് വായിച്ചതിന് ശേഷം അദ്ദേഹം ഈ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇഞ്ചപ്പുഴമല, ബ്ലാന്തേവർ ക്ഷേത്രം, ചായക്കട, ഈ സ്ഥലങ്ങളിലെല്ലാം പോവുകയുണ്ടായി. അത് സത്യമാണ്. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമുക്കും പരിചിതമായ, നമുക്ക് അറിയാവുന്ന ആരുടെയോ അടുത്ത സ്ഥലമാണെന്ന് നമുക്ക് തോന്നിപ്പോ. വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക്, വ്യത്യസ്തമായ അനുഭവങ്ങൾ വായിച്ചറിയാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ബുക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇതാണ് ബുക്ക്, ചാരം, ഹരിദാസ് AKയുടെ ചാരം. ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് ബുക്കിന്റെ ഒരു തുടക്കം. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓരോ വരികൾ വായിക്കുമ്പോഴും അതിന്റെ കൂടെ അനുഭവങ്ങളുടെ കൂടെ ചിത്രങ്ങളും വരച്ച് കാണിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളും സുപരിചിതമാണ്. ഇത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.